You are listening to Kathagram with Neetu M. Eldos. Kathagram, stories are life. It is in the quiet moments, void of constant connectivity, that we reclaim the sovereignty of our thoughts and emotions, reminding ourselves that even in a world governed by machines, the essence of our humanity lies in the uncharted realms of introspection and self-discovery. ഒരു ദിവസം പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന അധികം ആരോടും മിണ്ടാത്ത കുഞ്ഞാത്തനോട് ഞാൻ ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ആരാവാനാണ് ആഗ്രഹം? ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അവൻ പറഞ്ഞു, എനിക്ക് ഒരു മരമായാൽ മതി. അടിവേരുകൾ ഒരുപാടുള്ള, ഇലയും പൂക്കളും കായ്കളും ഒക്കെയുള്ള പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പടുകൂറ്റൻ തണൽ മരം. അതിൽ കിളികൾ കൂടുകൂട്ടണം, കാറ്റ് വീശുന്നതിനനുസരിച്ച് ആടി ഉലയണം, ഏകാന്തതയിൽ അലിഞ്ഞു തീരണം. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുഞ്ഞാത്തന്റെ മനസ്സിൽ ഇത്ര സുന്ദരമായൊരു ചിന്തയുണ്ടെന്ന് പലർക്കും മനസ്സിലായില്ല. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് അയാൾക്കും തോന്നിയില്ല. സാമൂഹ്യ ജീവികൾക്കിടയിൽ കുഞ്ഞാത്തൻ ചേട്ടൻ ഒരൊറ്റപ്പെട്ട അധ്യായമായി ഒരു ദിവസം മാഞ്ഞങ്ങ് ഇല്ലാതെയായി. ഏകാന്തത അതൊരു ചോയ്സാണ്, പക്ഷെ ഒറ്റപ്പെടലുകൾ അങ്ങനെയല്ല. ചിന്തകളുടെ പല തലങ്ങളിൽ ഒറ്റപ്പെടുന്നതിന് ഒരു ഒളിച്ചോട്ടവുമായി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് സ്വന്തം ഉള്ളിലേക്ക് തന്നെയുള്ള പ്രതിഫലനമാണ്. നീ അതിനെ ലോൺലിനെസ് എന്ന് വിളിച്ചു, പക്ഷെ പലർക്കും അത് സോളിറ്റ്യൂഡായിരുന്നു. ചോയ്സ് അതൊരു നിമിഷത്തിൽ ഉടലെടുക്കുന്നതല്ല. ഏതൊരു ചോയ്സിന് പിന്നിലും ഒരു കഥയുണ്ട്. നിന്റെയും എന്റെയും കഥകളിലുള്ള വ്യത്യാസമാണ് നിന്നെ നീയാക്കുന്നതും എന്നെ ഞാനാക്കുന്നതും. പക്ഷെ എൻ്റെ കഥ കേൾക്കാൻ നിനക്കും നിന്റെ കഥ കേൾക്കാൻ എനിക്കും എന്ന സമയവും സൗകര്യവുമില്ല. ഇനിയിപ്പോൾ അത് രണ്ടുമുണ്ടെങ്കിലും അതിനുള്ള ക്ഷമയില്ല. എല്ലായിടത്തും കോലാഹലമാണ്, കലപില ശബ്ദം. ഇനിയിപ്പോൾ ഈ പറയുന്ന സാധനം ഉണ്ടെങ്കിലും ഒരു നിമിഷം നമ്മൾ അറിയാതെ ക്ലോക്കിന്റെ സൂചി എങ്ങാനും ഒരടി മുന്നോട്ട് പോയാൽ പിന്നെ ഫോമോ ആയി, ദ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. പണ്ട് എൻ്റെ അപ്പാപ്പൻ 5 പറ കണ്ടത്തിൽ വീണ്ടും വിത്ത് പാകുന്നതിന് മുമ്പ് ആ നിലം കുറച്ചു നാൾ കൃഷി ചെയ്യാതെ വെറുതെ ഇടുമായിരുന്നു. മണ്ണ് വീണ്ടും വളക്കൂറുള്ളതായി മാറാൻ വേണ്ടിയാണിത്. എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ രീതിയിൽ വേർതിരിച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫോളോവേഴ്സിന്റെയും ലൈക്സിന്റെയും കണക്ക് പുസ്തകം നോക്കിയിരിക്കുന്നവർക്ക് സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നേരമില്ല. സമയമുണ്ടെങ്കിൽ തന്നെ സൗകര്യപൂർവ്വം മറക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ഡീടോക്സ് എന്ന വാക്ക് ട്രെൻഡിങ് അല്ലാത്ത ഒരു കാലത്താണ് കുഞ്ഞാത്തനെ കണ്ടുമുട്ടിയത്. ഇല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറയാമായിരുന്നു. മെന്റൽ ഡീടോക്സ്, ഫിസിക്കൽ ഡീടോക്സ്, ഇമോഷണൽ ഡീടോക്സ്, സോഷ്യൽ ഡീടോക്സ്, ടെക്നോളജി ഡീടോക്സ്, അങ്ങനെ പുട്ടിന് തേങ്ങ വെക്കുന്ന പോലെ എന്തിനും ഏതിനും ഡീടോക്സ് ആണ് ഉത്തരം. ഇത്രയധികം ഡീടോക്സ് ആവശ്യമുള്ള ഒരു കോംപ്ലക്സ് സ്പീഷീസ് മനുഷ്യരാശിയായിരിക്കും. ഇതിൽ ഹോട്ട് ടോപ്പിക് മെന്റൽ ഡീടോക്സ് തന്നെ. കൂടുതൽ കൂടുതൽ ഉൾവലിയുന്ന ഒരു ജനറേഷനാണ് നമ്മുടേത്. പക്ഷെ ഉൾവലികൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കാണെന്ന് മാത്രം. അവിടെയുള്ള നിന്റെ പ്രതിച്ഛായയ്ക്ക് ലോൺലിനെസിന്റെ പരിവേഷം ഒട്ടുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഗ്ലോറിഫൈഡ് സോളിറ്റ്യൂഡാക്കി മാറ്റാൻ വെറും നിമിഷങ്ങൾ മതി. ഞാനൊന്ന് വെറുതെ കണ്ണും നട്ടിരുന്നപ്പോൾ അത് അൺപ്രൊഡക്റ്റീവായി. പക്ഷെ ഒന്നും മുഖമുയർത്താതെയുള്ള, ഒരിക്കലും നിലയ്ക്കാത്ത നിന്റെ സോഷ്യൽ മീഡിയ സ്ക്രോളുകളോ? പ്രത്യക്ഷത്തിൽ ഉൾവലിഞ്ഞു പോകുന്നവർ എല്ലാവരും ആന്റി സോഷ്യൽ ആകുന്നില്ല. എന്തും അധികമായാൽ പിന്നെ വിഷമാണെന്നാണ് വിവരമുള്ളവർ പറയുന്നത്. കുഞ്ഞാത്തന്റെ ഏകാന്തത സുന്ദരമായിരുന്നു, ഭാവാത്മകമായിരുന്നു. പക്ഷെ ഏകാന്തത ഒറ്റപ്പെടലിന് വഴിമാറിയത് എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ അയാൾ മറന്നുപോയി. പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് അധികം പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് അയാളുടെ ഒറ്റപ്പെടൽ എല്ലാവർക്കും ഒരു വിഷയമായി. സോളിറ്റ്യൂഡിനെ പറ്റി ബാക്കിയുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യമായിട്ട് ആനി വള്ളിക്കാപ്പൻ, എഴുത്തുകാരി, ടെഡെക്സ് സ്പീക്കർ ആൻഡ് എ ഗ്രേറ്റ് ഫ്രണ്ട്. ആനി എൻ്റെ റിലേഷനാണ്. ആനിയുടെ വാക്കിൽ പറഞ്ഞാൽ ഒരു ഡിസ്റ്റന്റ് നാത്തൂൻ. പക്ഷെ ആനിയുമായിട്ടുള്ള ഒരു കണക്ഷൻ തോന്നിയത് ആനിയുടെ മാർമലയിലുള്ള വീട്ടിൽ പോയപ്പോഴാണ്. അന്ന് ഞാൻ ആനിക്കൊരു മെസ്സേജ് അയച്ചു. ഇൻസ്റ്റാ പോസ്റ്റിൽ മാത്രം അതുവരെ കണ്ടിരുന്ന മാർമലയും അവിടുത്തെ വീടും ഒക്കെ വളരെ പരിചിതമായിട്ട് തോന്നി. പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടി. ഒരു പ്രാവശ്യമല്ല, പല തവണ. ഇനിയും കാണണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്ന ചിലരിൽ ഒരാൾ. അതാണ് ആനി, കൂട്ടുകാരി.
അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ആനിക്കും പറയാനുണ്ടായിരുന്നു സോളിറ്റ്യൂഡിനെ പറ്റി. അപ്പൊ നമുക്ക് കേൾക്കാം. ഏകാന്തത ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏകാഗികളായിരിക്കണമെന്നില്ല. ഏകാന്തത ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടായിരിക്കത്തില്ലേ? അതിലൊരാളാണ് ഞാനും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളിലക്വിയാണ്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ കൂടെ കൂടിയതാണ് ആ വാക്ക്. ആൻ ആക്ട് ഓഫ് ടോക്കിംഗ് ടു വൺ സെൽഫ്. കാരണം ഞാൻ എന്നോട് തന്നെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. കൊച്ചിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. 3ാം ക്ലാസ് വരെ പുളുങ്കുന്നിലെ അമ്മ വീട്ടിൽ നിന്നും പിന്നീട് അങ്ങോട്ട് ബോർഡിംഗ് സ്കൂളിലൊക്കെ നിന്നായിരുന്നു പഠിത്തം. അവധിക്ക് വീട്ടിലെത്തുമ്പോൾ എനിക്കതിന് കൂട്ടുകാരൊന്നുമില്ല. പറമ്പിലെ ഒട്ടുമിക്ക മരങ്ങൾക്കും ഞാനിട്ട് പേര് വരെ ഉണ്ടായിരുന്നു. കവലും ബ്ലാക്കൻ എന്ന് പേരിട്ട് വിളിച്ച ഒരു കവുങ്ങ് വരെ എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഏകാന്തത എന്നെ ഒരിക്കലും നോവിപ്പിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ ഒന്നുമില്ല. മറിച്ചതൊരു കരുത്തായിരുന്നു. എന്നിലെ എന്നെ എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചതും ഈ ഏകാന്തതയിലൂടെ തന്നെയാണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നാണല്ലോ. അങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന 2 പേരാണ് ഞങ്ങൾ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബിക്കോസ് ഓഫ് സം സിമിലാരിറ്റീസ് ദാറ്റ് വി ഹാവ്. എന്തൊക്കെ പറഞ്ഞാലും വി ഹാവ് വൺ തിങ് ഇൻ കോമൺ. വി ബോത്ത് ലവ് ടു ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ ന്യൂ തിങ്സ്. ബട്ട് ഐ തിങ്ക് ഷീ ഈസ് വൺ സ്റ്റെപ്പ് അഹെഡ് ഓഫ് മീ ഇൻ ട്രാവലിംഗ്. എ ഗേൾ വിത്ത് സ്ട്രോങ് ഒപ്പീനിയൻസ് ആൻഡ് വാല്യൂസ്. ചിരിക്കുമ്പോൾ ഒരു പൂത്തിരി കത്തിച്ച എഫക്റ്റാണ്. ഇപ്പോൾ ഇസ്താൻബുളിലാണ് താമസം. ശിശിര തോമസ്. So let's hear what she has to say about solitude. My husband asked me the other day if solitude was positive or negative. And I realized solitude is always positive because solitude is different from being alone, right? Or feeling lonely. Solitude is when you are connecting with yourself in whatever way that may be. In fact, I can even feel solitude when I am with my partner. And I feel like that speaks volumes about the relationship we have. If I can feel that connection with myself, with the innermost me when I'm with someone, I think that's very powerful. So solitude for me is powerful. It is what helps me recharge my energy. Right, because I'm an extrovert. I spend a lot of time with people. I'm very active. So the time that I spend with myself, connecting with myself, is very important. ദിവ്യ കെ ഉണ്ണി. സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ആദ്യമായിട്ട് 6ാം ക്ലാസ്സിൽ ട്രങ്ക് ബോക്സ് ഒക്കെ ആയിട്ട് നവോദയ വിദ്യാലയത്തിൽ ചേരുന്ന ദിവസം. റെസിഡൻഷ്യൽ സ്കൂളാണ്. ഗേൾസ് ഡോമറ്ററിയിലെ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു ദിവ്യ ചേച്ചി. നവോദയയിലെ ഫസ്റ്റ് ഡേ അവിടെ പഠിച്ച ആർക്കും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. നവോദയൻസ് വുഡ് അണ്ടർസ്റ്റാൻഡ് പെർഹാപ്സ്. എൻ്റെ ഫസ്റ്റ് ഡേയുടെ ഓർമ്മയിൽ എന്നും ദിവ്യ ചേച്ചിയുണ്ട്. ഓൾറൗണ്ടർ ആയിരുന്നു സ്കൂളിൽ. നമ്മൾ ജൂനിയേഴ്സിനൊക്കെ വലിയ മതിപ്പായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഷീ എക്സ്പ്രസ്സസ് ഹർ ഫീലിംഗ്സ് ത്രൂ ഹർ പോയംസ്. ഇൻ ഹർ ഓൺ വേർഡ്സ് ഷീ കോൾസ് ഹർ സെൽഫ് ആസ് സെൽഫ്ലെസ്ലി സെൽഫിഷ് അബൌട്ട് the handful of people in her life and fiercely protective about them as they are the core of her existence. സോളിറ്റ്യൂഡിനെ പറ്റി ദിവ്യ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എൻ്റെ ഏകാന്തതയുടെ അകത്തളങ്ങളിൽ ഞാനൊരു കൊച്ചു ലോകം പണിതു. ആ ലോകത്തെ അതിഥികൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവിടെ മുൻവിധികളില്ല. കണ്ണും മനസ്സും വായിച്ചെടുക്കുന്ന മുഖങ്ങളും മുഹൂർത്തങ്ങളും മാത്രം. അവിടെ അപരിചിതർക്ക് സ്ഥാനമില്ല. എന്നിലെ എന്നെ തൊട്ടുണർത്തിയ, എനിക്ക് മാത്രം അവകാശപ്പെട്ട എൻ്റെ എത്രയോ ഏകാന്ത നിമിഷങ്ങൾ ഇന്നും എൻ്റേതു മാത്രമായി ഞാൻ കരുതി വെച്ച് നുണയുന്ന ആ സുന്ദര നിമിഷങ്ങൾ. ഇൻ സോളിറ്റ്യൂഡ് I find my strength and solace. In my solitary moments, my mind awakens and my heart blooms. Thoughts flow and words are born. I crave to get into that cocoon and emerge out of it with my wings of imagination. To quote from my poem, every solitary being reminds me of myself. I know not why. In my loneliness,
I have found a painful pleasure. When I am alone, I see myself yearning for another soul. When I am surrounded, I search for solitude. And that's a wrap. Feel free to share your thoughts in the comment section. As usual, please follow, share, and spread the word. So stay tuned for our next episode where we will unravel another intriguing aspect of human experience and traits. Until then, keep learning, growing, and embracing the journey. Goodbye until we meet again next week. You're listening to Kathagram with Neetu M. Eldos. Kathagram. Stories are life. The views and opinions expressed in Kathagram are solely those of the hosts and guests. They do not necessarily reflect the views of any organizations, employers, or affiliations. Kathagram is designed for entertainment purposes. While we may discuss serious topics, our goal is not to provide any professional advice. Always consult with qualified professionals for specific advice related to your situation. Guests on Kathagram may express diverse opinions. Their views are their own, and we appreciate the richness of perspectives. Please be respectful and open-minded during these discussions.